Hello everyone, how are you all? Welcome to a new episode of English with Habish. Today we will discuss about simple present tense. Alright, so ആദ്യം നമുക്ക് നോക്കാം എപ്പോഴൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചിട്ട് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് റുട്ടീൻ ആക്ഷൻ, പതിവ് പ്രവർത്തനം. ഇവിടെ നോക്കൂ, മിസ്റ്റർ മഹേഷ് രാവിലെ ടീ ഡ്രിങ്ക്. അപ്പോൾ അദ്ദേഹം രാവിലെ എല്ലാ ദിവസവും സാറ്റർഡേ മുതൽ ഫ്രൈഡേ വരെ ചായ കുടിക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ റുട്ടീനായിട്ട്, ഓക്കെ, എല്ലാ ദിവസവും മാത്രമല്ല റുട്ടീനായിട്ട് ഒരാൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കും. ഓക്കെ, ഈ സെൻറ്റൻസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? മിസ്റ്റർ മഹേഷ് ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്. ഓക്കെ, പ്രൊനൗൺ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെയും മോർണിംഗ് വാക്ക്, അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുമായിരിക്കും. സോ സെൻറ്റൻസ് ഇസ് ഐ ഗോ ഫോർ എ വാക്ക് എവറി ഡേ. സോ റുട്ടീൻ ആയിട്ടുള്ള ആക്ഷനുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കും. സോ ഇവിടെ കുറേ സെൻറ്റൻസുകളുണ്ട്, നമുക്ക് നോക്കാം. ഹി wakes up at 6 AM, she brushes her teeth, he takes a shower. ഓക്കെ, താഴത്തെ സെൻറ്റൻസുകൾ നോക്കൂ. they wake up at 6 AM, we brush our teeth, they take showers. ഓക്കെ, ഇതിൽ പറയുന്നുള്ളത് ഒരേ ആശയങ്ങളാണ് അല്ലേ, ഒരേ ക്രിയകളാണുള്ളത്, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുകളിലത്തതിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഹി ഷീ ഇറ്റ് അല്ലേ, സിംഗുലർ സബ്ജക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ആ സബ്ജക്റ്റിന് ശേഷമുള്ള വേർബിൽ ഒരു എസ് ഉണ്ട്. അതിൻ്റെ അവസാനത്തിൽ ഹി വേക്സ്, ഷീ ബ്രഷസ്, ഹി ടേക്സ്, ഷീ ഡ്രിങ്ക്സ് അല്ലേ. അപ്പോൾ നമ്മൾ റുട്ടീൻ ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ, സിമ്പിൾ പ്രസൻറ്റ് പറയുമ്പോൾ, അവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിന് ശേഷം ഒരു എസ് ഉണ്ടാകും. ഓക്കെ, താഴെ നോക്കൂ, ഇവിടുത്തെ സബ്ജക്റ്റ് ഒക്കെ പ്ലൂറലാണ്. ദേ, വി, യു, ഐ. ഓക്കെ, ഇവയൊക്കെ പ്ലൂറലിൽ പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ വേർബ് നോക്കൂ നിങ്ങൾ. ദേ വേക്ക്, വി ബ്രഷ്, ദേ ടേക്ക്. അതിൻ്റെ അവസാനത്തിൽ ഒരു എസ് ഇല്ല, വേർബിൻ്റെ അവസാനത്തിൽ. സോ നമ്മൾ മനസ്സിലാക്കുക, പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ സബ്ജക്റ്റിന് ശേഷമുള്ള വേർബിൻ്റെ അവസാനത്തിൽ എസ് ഉണ്ടാവില്ല. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ സബ്ജക്റ്റിന് ശേഷമുള്ള വേർബിൻ്റെ അവസാനത്തിൽ ഒരു എസ് ഉണ്ടാവും. ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സിമ്പിൾ പ്രസൻറ്റ്. ഓക്കെ, അടുത്തതായി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് ജനറൽ ട്രൂത്ത്, പൊതുവായ സത്യങ്ങൾ പറയാൻ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees, പ്ലാന്റ്സ് നീഡ് സൺലൈറ്റ് ടു ഗ്രോ. ഇങ്ങനത്തെ സത്യങ്ങളൊക്കെ പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. ഓക്കെ, രാജ്കുമാർ ലിവ്സ് ഇൻ ആലുവ, ഹണി സ്വീറ്റ്, ലയൺസ് റോർ ഇൻ ദ ജംഗിൾ. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ട സെൻറ്റൻസുകളാണ്. സോ നിങ്ങൾ സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോഴും ഹി ടെൽസ് ട്രൂത്ത് എവറി ടൈം, ഓർ ഹി ഓൾവേസ് ടെൽസ് ദ ട്രൂത്ത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൻ എപ്പോഴും സത്യം പറയാറുണ്ട്. സോ അതൊക്കെ ജനറൽ ആയിട്ടുള്ള ഒരു സത്യങ്ങളാണ്. സോ ആ സമയങ്ങളിലൊക്കെ നമ്മൾ എന്തുപയോഗിക്കും? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. ഹി ലൈസ്, അവൻ കള്ളം പറയാറുണ്ട്. ഓക്കെ, അതൊരു ട്രൂത്താണ്, അവൻ കള്ളനായിരിക്കാം. ഓക്കെ, ഹി സ്റ്റീൽസ് ഫുഡ്, അവൻ ഭക്ഷണം മോഷ്ടിക്കാറുണ്ട്. സോ അതുപോലത്തെ സത്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. Next, this is one of the most interesting part of simple present. Okay, to express future events, ഭാവിയെക്കുറിച്ച് പറയാൻ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. ഓക്കെ, പക്ഷേ ഇതിന് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, ഒരു ഫിക്സ്ഡ് ടൈം ടേബിളും ഒരു ഫിക്സ്ഡ് സ്കെഡ്യൂളും. ഓക്കെ, എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ലുക്ക് ഓവർ ഹിയർ മൈ ഫ്രണ്ട്സ്. ഓക്കെ, ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 3 PM ടുമാറോ. നാളത്തെ തുടങ്ങുന്ന കാര്യമാണ്, പക്ഷേ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫിക്സ്ഡ് സ്കെഡ്യൂൾ ഉണ്ട്, അല്ലെങ്കിൽ ടൈം ടേബിൾ ഉണ്ട് അല്ലേ. കറക്റ്റ് 3 മണിക്ക് തുടങ്ങും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചിട്ട് പറയും. ഓക്കെ, അടുത്ത് നോക്കൂ. ദ മ്യൂസിയം ക്ലോസസ് അറ്റ് 6 PM ടുമാറോ. മ്യൂസിയം 6 മണിക്ക് നാളെ ക്ലോസ് ചെയ്യും. ഓക്കെ, നമുക്കത് ഉറപ്പാണ്, എന്തായാലും അവർ ക്ലോസ് ചെയ്യും. അവർക്കൊരു സ്കെഡ്യൂൾ ഉണ്ട്, അവർക്കൊരു ടൈം ടേബിൾ ഉണ്ട്. സോ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും.
വേറെ ഒന്ന് നോക്കൂ. ദ ട്രെയിൻ ലീവ്സ് അറ്റ് 9 AM ടുമാറോ. ട്രെയിൻ നാളെ 9 മണിക്ക് പുറപ്പെടും. ഓക്കെ, ഇത് ഒരു ഫിക്സ്ഡ് ആണ്, ഒരു സ്കെഡ്യൂൾ ഉണ്ട്, ഒരു ടൈം ടേബിൾ വെച്ചിട്ടാണുള്ളത്. സോ നമ്മൾക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം, വില്ലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഷീ സ്റ്റാർട്ട്സ് ഹെർ ന്യൂ ജോബ് നെക്സ്റ്റ് മൺഡേ. അവൾ അവളുടെ പുതിയ ജോലി അടുത്ത മൺഡേ തുടങ്ങും. ഓക്കെ, സോ അത് ഫിക്സ്ഡ് ആണ്, അവൾക്ക് ഓൾറെഡി അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഒക്കെ കിട്ടിയായിരിക്കും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ദ കോൺസേർട്ട് സ്റ്റാർട്ട്സ് അറ്റ് 7 PM tonight. ഓക്കെ, എന്താണ് കച്ചേരിയോ പരിപാടിയോ സ്റ്റാർട്ട്സ് അറ്റ് 7 PM, 7 മണിക്ക് തുടങ്ങും. ഓക്കെ, ഇന്ന് രാത്രി. സോ ഫ്യൂച്ചറത്തെ കാര്യമാണ്, പക്ഷെ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് പറയാണ്. കാരണം എന്താണ്, ഫിക്സ് ടൈം ടേബിൾ അല്ലെങ്കിൽ ഫിക്സ് സ്കെഡ്യൂൾ ഉണ്ടായപ്പോൾ. ദ സ്റ്റോർ ഓപ്പൺസ് അറ്റ് 10 AM ടുമാറോ. സ്റ്റോർ രാവിലെ 10 മണിക്ക് തുറക്കും. ഓക്കെ, സോ ഇവിടെയും ഒരു ഫിക്സ്ഡ് സ്കെഡ്യൂൾ ഉണ്ടാവും. ഓക്കെ, സോ മൈ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോമൺ മിസ്റ്റേക്സ് മെയ്ഡ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ആണ്. സോ tune in to our channel. Okay, and if you like the video, please follow and subscribe and like and comment. Thank you.